friends, welcome back to my channel and I'm Revati. Today we are going to make newspaper printing on our nails with water. Okay, so for the purpose we need some newspaper cuttings, white nail polish, a clear nail polish and some water. Usually എല്ലാവരും വാട്ടറിന് പകരം റബ്ബിംഗ് ആൽക്കഹോളാണ് യൂസ് ചെയ്യുക. പക്ഷേ അത് നമ്മുടെ നെയിൽസിന് ദോഷമായതുകൊണ്ട് ഞാനിവിടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ ബോട്ടിൽഡ് ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ കുടിക്കാൻ വെള്ളം വാങ്ങുന്ന ബോട്ടിലില്ലേ, ആ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ ടാപ്പ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. സോ ഞാനിവിടെ ബോട്ടിൽ വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് കളറ്. നിങ്ങൾക്ക് വൈറ്റ് തന്നെ ചൂസ് ചെയ്യാമെന്നില്ല, നിങ്ങൾക്ക് പിങ്ക് യൂസ് ചെയ്യാം, അതേപോലെ റോസ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കളേഴ്സ്. എന്തിനാണ് ലൈറ്റ് കളേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത് പറയാൻ കാരണം നമ്മുടെ നെയിൽസിൽ ന്യൂസ് പേപ്പേഴ്സ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ന്യൂസ് പേപ്പർ പ്രിൻറ്റിങ്സിലുള്ള ലെറ്റേഴ്സ് നമ്മുടെ നെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് കളേഴ്സ് തന്നെ ചൂസ് ചെയ്യുമെന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ് കോട്ട് അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ക്ലിയർ നെയിൽ പോളിഷ് എടുക്കുക, നമ്മുടെ നെയിൽസിൻ്റെ മിഡിൽ പോർഷന് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് സൈഡിലേക്കും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിയർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തു, അതായത് ബേസ് കോട്ട് അപ്ലൈ ചെയ്തു. അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക, അതായത് വൈറ്റ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട്സ് വിത്ത് അവർ മിഡിൽ പോർഷൻ. അത് കഴിഞ്ഞ് രണ്ട് സൈഡിലേക്കും അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് വെള്ളത്തിൽ 1 to 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 to 3 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ആ സമയം കൊണ്ട് നമ്മുടെ വൈറ്റ് നെയിൽ പോളിഷ് ഡ്രൈ ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് എടുക്കുക, അത് നെയിൽസിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അത് കുറച്ച് ഫോഴ്സിൽ വേണം പ്രസ് ചെയ്യാൻ. അതേസമയം നിങ്ങളുടെ നെയിൽസ് വേദനിക്കുകയും ചെയ്യരുത്. മാത്രമല്ല, വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ നെയിൽസിൽ ഇത് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ പേപ്പർ കട്ടിങ്സ് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ പേപ്പർ കട്ടിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ നമുക്ക് അത്രയും ഭംഗിയിൽ ലെറ്റേഴ്സ് അതിൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല. സോ വളരെ കെയർഫുള്ളായിട്ട് ജെൻറ്റിലായിട്ട് അതേപോലെ വേദനിക്കാത്ത രീതിയിൽ പ്രസ് ചെയ്യാം. സോ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, വെള്ളത്തിന് ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, നിങ്ങളുടെ നെയിൽസിൽ വെക്കുക. അതേപോലെ വളരെ ജെൻറ്റിലായിട്ട് വളരെ കെയർഫുള്ളോടുകൂടി പ്രസ് ചെയ്യുക. അതിന് ശേഷം ഒരു ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം വളരെ ജെൻറ്റിലായിട്ട് മെല്ലെ ന്യൂസ് പേപ്പർ നമ്മുടെ നെയിൽസിൽ നിന്ന് മാറ്റുക. സോ എടുക്കുമ്പോഴും നെയിൽസിൽ നിന്ന് ന്യൂസ് പേപ്പർ എടുക്കുമ്പോഴും സൂക്ഷിക്കണം, വളരെ സോഫ്റ്റായിട്ട് സൂക്ഷിച്ച് വേണം നെയിൽസിൽ നിന്ന് എടുക്കാൻ. എത്ര ക്ലിയർ ആയിട്ട് ഇട്ടിരിക്കണം നോക്കൂ. അതുപോലെ അടുത്ത പീസ് ഓഫ് പേപ്പർ എടുക്കുക, നെയിൽസിൽ വെക്കുക, വളരെ ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്യുക. സോ ഇതുപോലെ ബാക്കി എല്ലാ നെയിൽസിലും പേപ്പർ കട്ടിങ്സ് പ്രസ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് നമ്മൾ നെയിൽസിലെല്ലാം വെച്ച് നമ്മൾ ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. അതായത് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽസിൻ്റെ എഡ്ജും കൂടി കവർ ചെയ്യണം. അതെന്തിനാണ് കവർ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നെയിൽ പോളിഷ് ഫസ്റ്റ് പോകുന്ന നമ്മുടെ എഡ്ജിൽ നിന്നായിരിക്കുമല്ലേ. സോ നമ്മൾ അവിടെ കവർ ചെയ്യുമ്പോൾ നെയിൽ പോളിഷ് നമ്മൾ എഡ്ജും കൂടി കവർ ചെയ്ത് ഇടുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അതങ്ങനെ പോവാതെ നിൽക്കും. അതായത് നമ്മൾ സാധാരണ പോകുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ ദിവസം നമുക്ക് നമ്മുടെ നെയിൽസ് നല്ല ഭംഗിയിലിരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ അത് അവിടുന്ന് നെയിൽ പോളിഷ് പോയി തുടങ്ങിയില്ല. ഓക്കെ, സോ നമ്മുടെ ടോപ്പ് കോട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് എ ഫൈനൽ റിസൾട്ട് എന്ന് പറയാം നമുക്ക്. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.